ദ്രവിക്കുട്ടോ പാപ്പല്ല. നമ്മളിന്ന് എവിടെയാ പോവാ? പാപ്പം കുടിക്കാനാണോ പോണേ? എടി എവിടെയാടി പോകുന്നേ? പാപ്പോ ഫോട്ടോ എടുക്കാൻ പോണെന്ന് പറ. പാപ്പം കുടിക്കാൻ പോണോ? ഞാൻ നിന്നെ കൊണ്ടുപോകത്തില്ല. പറ, ഫോട്ടോ എടുക്കാൻ പോണെന്ന് പറ. DNDJ വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു ഫോട്ടോഷൂട്ടാണ് കേട്ടോ കാണാൻ വേണ്ടി പോകുന്നത്. ലാസ്റ്റ് വീഡിയോയിൽ നിങ്ങൾ കണ്ടായിരുന്നു ധ്രുവിക്കുട്ടൻ്റെ കയ്യിലൊരു ചട്ടുകം. ഇത്തവണ നോക്കിക്കേ, എത്രയൊക്കെ പറഞ്ഞിട്ട് മാറ്റാതെ കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കുന്നത് അവൻ്റെ ഷോർട്സ് ആണ്. പിന്നെ ധ്രുവിക്കുട്ടൻ നല്ല സ്റ്റൈലിനായിട്ടൊക്കെ ഒരുങ്ങി ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ നേരത്തെ തന്നെ ഒന്ന് പ്രിപ്പയർ ചെയ്യിച്ചായിരുന്നു ഫോട്ടോ എടുക്കാൻ വേണ്ടി പറയുന്ന സമയത്ത് എങ്ങനെയാ ചിരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട്. ഇനി എന്താകും വിശേഷമെന്ന് നമുക്കിതാ ഒരുമിച്ച് കാണാം. വലിയ പ്രതീക്ഷയൊന്നുമില്ല കേട്ടോ, കാരണം കുഞ്ഞുങ്ങളല്ലേ, അവർ ഭയങ്കര അലമ്പൊക്കെ ആയിരിക്കും ആ സമയത്ത്. എൻ്റെ വീടിൻ്റെ അടുത്തുള്ളൊരു ലൊക്കേഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. എൻ്റെ അനിയത്തിയെ പിക്ക് ചെയ്യണമായിരുന്നു, അതുകൊണ്ടാണ് ഞങ്ങൾ ഈ വഴി വന്നത്. അവൾ വണ്ടിയിൽ കയറിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഹായ് തരും കേട്ടോ. ഓക്കെ, കഴിഞ്ഞ വർഷമാണെങ്കിൽ ഞങ്ങൾ ഇതേപോലെ പ്ലാൻ ചെയ്തിട്ട് ചെറിയൊരു പണി ഞങ്ങൾക്ക് കിട്ടിയായിരുന്നു മഴ കാരണം. ഇപ്പോൾ ചെറുതായിട്ട് മഴ പൊടിക്കുന്നുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു ഈ ഫോട്ടോഷൂട്ട് കംപ്ലീറ്റ് ആക്കാൻ പറ്റുമോ എന്ന്. കാരണം രാവിലെയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത്, പക്ഷേ രാവിലെ നല്ല മഴയായതുകൊണ്ട് വൈകുന്നേരത്തേക്ക് പിന്നെ റീഷെഡ്യൂൾ ചെയ്യേണ്ടി വന്നു. അങ്ങനെ ഞങ്ങൾ ഈ ബീച്ചിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഓമനപ്പുഴ ബീച്ചിലാണ് പോകുന്നത്. ഈ ബീച്ചിന് കുറച്ചധികം പ്രത്യേകതകളുണ്ട് കേട്ടോ, അതൊക്കെ ഞാൻ വഴിയേ പറയാം. പോയ സമയത്താണ് അറിഞ്ഞത് ഭയങ്കരമായിട്ട് സീ റഫായിട്ടാണ് ഇരിക്കുന്നത്. നിങ്ങൾക്ക് വീഡിയോ നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും എത്ര ഹൈറ്റിലാണ് ഈ വേവ്സ് വന്നുകൊണ്ടിരിക്കുന്നതെന്ന്. ഞങ്ങൾ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ എത്തിയപ്പോഴത്തേക്കും നമ്മുടെ ഫോട്ടോഗ്രാഫർ ചേട്ടൻ നേരത്തെ വന്ന് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു കേട്ടോ. ധ്രുവി കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് നല്ല സ്റ്റൈലനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് കഴിഞ്ഞ വർഷം ഞങ്ങൾ ഫോട്ടോഷൂട്ട് ചെയ്തത് ഈ ഒരു പച്ച കളർ കാണുന്നില്ലേ, പച്ച പുൽമേട്, ഇവിടെ വെച്ചിട്ടായിരുന്നു. ഈ ആക്സസറീസൊക്കെ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ധ്രുവിക്കുട്ടൻ്റെ സെക്കൻഡ് ബർത്ത്ഡേ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇനി ഇത് നിങ്ങളൊന്ന് നോക്കിക്കേ, ഈ ഒരു ലൊക്കേഷൻ ഏതെങ്കിലും ഒരു മൂവിയിൽ കണ്ടതായിട്ട് വല്ല ഓർമ്മയുണ്ടോ? അതൊക്കെ വഴി ഞാൻ പറഞ്ഞു തരാം. ഇപ്പം നമുക്ക് ഫോട്ടോഷൂട്ടിൻ്റെ ലൊക്കേഷനിലേക്ക് പോവാം. ഞങ്ങൾ ബ്ലാക്ക് കളറിൽ ഡ്രസ്സ് ആയതുകൊണ്ട് നമുക്ക് ഈ ബീച്ചിൻ്റെ ആ ഒരു തീം ചൂസ് ചെയ്താൽ നന്നായിരിക്കും എന്ന് തോന്നി. കാരണം ബീച്ചിൻ്റെ ആ ഒരു കളറും നമ്മുടെ ഒരു ബ്ലാക്ക് ഡ്രസ്സും കൂടെ വരുമ്പോഴത്തേക്ക് ഒരു കോൺട്രാസ്റ്റിംഗ് കളറാണല്ലോ, അതുകൊണ്ട് നല്ലൊരു അടിപൊളി ഫോട്ടോസൊക്കെ കിട്ടും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷനിലാണ് ഞങ്ങൾ പോയത്. പക്ഷേ എന്തൊക്കെ ചെയ്തിട്ടും ധ്രുവിക്കുട്ടൻ അവിടെ ഇരിക്കുന്നുണ്ടായില്ല. ഞങ്ങൾ കുറേ പണിപ്പെട്ടു അവിടെ ഇരുത്താനൊന്ന് നോക്കി, പക്ഷേ ആൾ ഒട്ടും ഓക്കെ ആയിരുന്നില്ല. ഞങ്ങൾ വിചാരിച്ചു ഫോട്ടോഷൂട്ട് മൊത്തം കുളമായി പോകുമെന്ന്, കാരണം ചെറുക്കൻ അതുപോലെ ബഹളമായിരുന്നു. അവസാനം അവന് വേണ്ടി റെഡിയാക്കിയിരുന്ന ആ സീറ്റിൽ വിഷ്ണുവിനെ ഉൾപ്പെടെ ഇരിക്കേണ്ടി വന്നു കേട്ടോ. നമുക്കങ്ങനെ ഒരുപാട് ഫോട്ടോസൊന്നും വേണ്ട, പക്ഷെ എന്നാലും പോസ്റ്റ് ചെയ്യാൻ പറ്റിയ 2-3 ഫോട്ടോസ് എങ്കിലും നല്ലത് കിട്ടണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ഇവനത് സഹകരിച്ചാൽ മാത്രമേ നമുക്ക് നല്ല ഫോട്ടോസൊക്കെ കിട്ടുള്ളൂ. ഫോട്ടോസൊക്കെ എടുക്കാൻ തുടങ്ങാമെന്ന് വിചാരിച്ചപ്പോൾ മുതൽ ധ്രുവിക്കൂട്ടൻ ഭയങ്കര ഗൗരവക്കാരനായിരുന്നു. ചിരിക്കില്ല, നേരെ നോക്കില്ല. അങ്ങനെ ഈ കടലൊക്കെ ഭയങ്കര റഫായിട്ടിരിക്കുകയായിരുന്നു ഈ ഒരു സമയത്ത്. മഴക്കാലം ആകുമ്പോഴത്തേക്ക് നോർമലി ഇങ്ങനെയാണ്. നമ്മൾ കുഞ്ഞിലേ തുടങ്ങിയിട്ട് കടലൊക്കെ കണ്ട് വളർന്നിട്ടുള്ള ആൾക്കാരാണെങ്കിൽ കൂടെ കുഞ്ഞുമായിട്ട് ഈ ഒരു സമയത്ത് ഇങ്ങനെ ഇവിടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നപ്പോൾ എനിക്ക് ആസ് എ മദർ ഉള്ളിൻ്റെ ഉള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. ധ്രുവിക്കുട്ടൻ ഒട്ടും ഇരിക്കില്ല എന്ന് കണ്ടപ്പോൾ പിന്നെ വുഡൻ്റെ വണ്ടിയൊക്കെ കൊണ്ടുവന്ന് അവിടെ അറേഞ്ച് ചെയ്ത് വെച്ചു. അങ്ങനെയാണ് ഞങ്ങൾ ഫോട്ടോസ് എടുത്തത്. ആ വണ്ടിയിലെത്തിയത് കൊണ്ടാവാം ആള് കുറച്ചൊക്കെ ചിരിച്ചു തുടങ്ങുന്നുണ്ടായിരുന്നു. ജസ്റ്റ് ഒരു സ്മൈലൊക്കെ കൊടുത്ത് പോസൊക്കെ ചെയ്തു. അങ്ങനെ 2-3 നല്ല പിക്ചേഴ്സൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇവൻ ഇരിക്കുന്നതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന ഏരിയയില്ലേ, അവിടെ വെച്ചിട്ടാണ് ആലപ്പുഴ ജിംഖാനയിലെ ഒരു പാട്ട് സീനിൽ അവർ ഫുട്ബോൾ കളിക്കുന്ന ആ വിഷ്വൽസ് കുറച്ച് ഷൂട്ട് ചെയ്തത്. അന്നും ഇതേപോലെ തന്നെ ഞങ്ങളിവിടെ ഉണ്ടായിരുന്നു. ധ്രുവിക്കുട്ടൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേയുടെ ഷൂട്ടിന് വേണ്ടി വന്നതായിരുന്നു.
പക്ഷേ അവർ ആ ഒരു കോസ്റ്റ്യൂമിൽ നിന്നത് കാരണം ഞങ്ങൾക്ക് അവരുടെ ഫോട്ടോസോ അല്ലെങ്കിൽ വീഡിയോസോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ എടുത്തിരുന്നെങ്കിൽ ഞാൻ ആ വിഷ്വൽസും കൂടെ ഇവിടെ ഇൻക്ലൂഡ് ചെയ്തേനായിരുന്നു. നിങ്ങൾക്ക് ആ മൂവി കാണുമ്പോൾ, ആ പാട്ട് സീൻ കാണുമ്പോൾ എന്തായാലും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ഈ ഒരു ഏരിയയാണ് അതെന്നുള്ളത്. ഈ കടലിൻ്റെ സൗണ്ട് കേട്ടിട്ടാണെന്ന് തോന്നുന്നു ധ്രുവിക്കുട്ടൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പുറകിലേക്ക് നോക്കുന്നുണ്ട്. പിന്നെ ഞങ്ങളിവിടെ ഇരുന്നുകൊണ്ട് കുറേ കയ്യും കാലുമൊക്കെ പൊക്കി ഇങ്ങനെ കാണിക്കുന്നുണ്ട് അവനെ ഒന്ന് ചിരിപ്പിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ആൾ അതിലൊന്നും റെസ്പോണ്ട് ചെയ്യുന്നില്ല. അവനൊന്ന് നോക്കാനും ചിരിക്കാനും ഒക്കെ വേണ്ടി ഞങ്ങൾ മൂന്നാളും കൂടെ അവിടെ നിന്ന് എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നുണ്ടായിരുന്നു. അവൻ പക്ഷേ ആറ്റിറ്റ്യൂഡ് വിട്ടൊരു കളിയില്ല എന്നുള്ളൊരു മട്ടിൽ തന്നെയായിരുന്നു ആളുടെ ഇരിപ്പും ഭാവവും ഒക്കെ. ഞാനാണെങ്കിൽ വീട്ടിൽ വെച്ചിട്ടേ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്കിൾ ചോദിക്കുമ്പോൾ ചിരിക്കുന്ന എങ്ങനെയാ കൈയൊക്കെ കെട്ടി നിന്ന് പോസ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ട്രെയിനിങ് കൊടുത്തിട്ടാണ് വന്നത്. പക്ഷെ അതിൻ്റെതൊന്നും അവിടെ കാണുന്നുണ്ടായില്ല. അവൻ വണ്ടിയൊക്കെ ഓടിച്ച് അവൻ്റെതായിട്ടുള്ളൊരു ലോകത്തിലിരിക്കുകയായിരുന്നു കേട്ടോ. എന്തൊക്കെയോ ചൂണ്ടി പറയുന്നുണ്ടായിരുന്നു, ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ല. കഴിഞ്ഞ വർഷത്തെ ഫോട്ടോഷൂട്ടിന് അവൻ കുറച്ചും കൂടെ ചെറുതായിരുന്നല്ലോ, അപ്പം അതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ പാടൊന്നുമില്ലായിരുന്നു. ആളെ എങ്ങനെ കൊണ്ട് എത്തിയപ്പോൾ തന്നെ ചിരിച്ച് നല്ല അടിപൊളിയായിട്ടൊക്കെ തന്നെ പോസ് ചെയ്തു. പക്ഷെ ഇത്തവണയാണ് ഞങ്ങൾ കുറച്ചങ്ങ് പെട്ടുപോയത്. ഞങ്ങൾ അവിടെ നിന്നുകൊണ്ട് കുറേ കോമാളിത്തരങ്ങളൊക്കെ കാണിച്ചു. പക്ഷെ എന്നിട്ടും അവനൊന്നും നോക്കുന്ന പോലും ഉണ്ടായില്ല. ശരിക്കും ഒരു വർഷമൊക്കെ എത്ര പെട്ടെന്നാണ് പോയതെന്ന് ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു. തീരെ ചെറുതായിട്ട് കുഞ്ഞിന് കയ്യിൽ കിട്ടിയ ആ ഒരു മൊമെൻറ്റ് തുടങ്ങിയിട്ട് ഞാനിങ്ങനെ ആലോചിക്കുക, ഭയങ്കര ഫാസ്റ്റായിട്ടാണ് ടൈം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ചില സമയത്ത് വിചാരിക്കും ഇവനിങ്ങനെ തീരെ പൊടിയായിട്ട് തന്നെ ഇരുന്നാൽ മതിയെന്ന്. ഇപ്പോൾ സ്വന്തമായിട്ട് ആൾക്ക് അഭിപ്രായങ്ങളൊക്കെ ഉണ്ട്. ഏത് ഡ്രസ്സ് ഇടണം, ഏത് ഷൂ ഇടണം എന്നൊക്കെയുള്ളത് അവനായിട്ട് തന്നെ ഇപ്പോൾ ഡിസൈഡ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. അതൊക്കെ കാണുമ്പോൾ ശരിക്കും നമ്മൾ എക്സൈറ്റഡ് ആവും. ചില സമയത്ത് നല്ല ദേഷ്യം തോന്നാറുണ്ട് കേട്ടോ. കാരണം നമ്മൾ ഫിസിക്കലി ആൻഡ് മെൻ്റലി ഭയങ്കര എക്സോസ്റ്റഡ് ആയിട്ട് വരുന്ന സമയത്ത് ഈ കുട്ടികളാണെങ്കിൽ വല്ലാത്ത വാശി കാണിക്കും. അവർക്ക് അവരുടെ ആ ഒരു നിർബന്ധം എല്ലാം സാധിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഈ വാശി കിടന്ന് കാണിക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ലെവല് പോവും. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ഇവരുടെ ആ ഒരു വളർച്ചയൊന്നും അത്രയ്ക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. പക്ഷെ ഇപ്പം നോക്കുമ്പോൾ എത്ര ഫാസ്റ്റായിട്ടാണ് കുഞ്ഞുങ്ങൾ വളരുന്നതെന്നൊക്കെയുള്ള കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ ഭയങ്കര വല്ലാത്തൊരു ഫീലാണ്. ഇനി നമുക്ക് ഓമനപ്പുഴ ബീച്ചിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ചധികം സിനിമയുടെ വിശേഷങ്ങളും കൂടെ അറിയാം കേട്ടോ. ഞങ്ങൾ ഈ നിൽക്കുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് മാരാരി വില്ലേജ് ബീച്ച് റിസോർട്ട് ഉള്ളത്. അവിടെ ഒരുപാട് സെലിബ്രിറ്റീസൊക്കെ മിക്കവാറും സ്റ്റേ ചെയ്യാൻ വേണ്ടി വരാറുണ്ട്. കാരണം അത്ര മനോഹരമായൊരു ലൊക്കേഷനാണ് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത്. 2022 പുറത്തിറങ്ങിയ തീർപ്പ് എന്ന മൂവി പൃഥ്വിരാജ്, വിജയ് ബാബു, ഇന്ദ്രജിത്ത്, സൈജു കുറുപ്പ് എന്നീ താരനിരകളെ എല്ലാവരെയും ഇൻക്ലൂഡ് ചെയ്യിച്ചിട്ടുള്ള ആ ഒരു തീർപ്പ് മൂവിയുടെ കൂടുതൽ ഭാഗവും ചിത്രീകരിച്ചിട്ടുള്ളത് ഞാൻ ഈ പറഞ്ഞ വില്ലേജ് റിസോർട്ടിൽ വെച്ചിട്ടാണ്. മൂവി കാണുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകും അതിൻ്റെ ആ ഗ്രൗണ്ടിലൊക്കെ ഫുള്ള് സ്റ്റാച്ചു ഒക്കെ വെച്ചിട്ട് കുറച്ചും കൂടെ ഡെക്കറേറ്റ് ചെയ്തിട്ടൊക്കെയാണ് ആ മൂവി ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നില്ലേ, അതാണ് ശരിക്കും ഞാൻ ഈ പറഞ്ഞിട്ടുള്ള റിസോർട്ട് കേട്ടോ. ആ സമയത്ത് വർക്കിംഗ് ഡേ ആയതുകൊണ്ടൊന്നും എനിക്ക് വരാൻ പറ്റിയില്ല ഷൂട്ടിങ് കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ എൻ്റെ അമ്മയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അന്ന്. സൈജു കുറുപ്പ് അങ്ങനെ കുറച്ച് ആക്ടേഴ്സൊക്കെ ഇവിടെ വന്നത്. അപ്പം അന്ന് അമ്മ വീട്ടിൽ വന്ന് ഇത് പറയുകയും ചെയ്തായിരുന്നു ഇവിടെ ഇങ്ങനൊരു മൂവിയുടെ ഷൂട്ടിങ് നടക്കുന്നുണ്ടെന്ന്. അതുമാത്രമല്ല ഇവിടെ അടുത്ത് തന്നെയുള്ള ലൊക്കേഷനിലാണ് വെളിപാടിൻ്റെ പുസ്തകം എന്ന് പറഞ്ഞ മൂവിയും ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അതും മെയിനായിട്ട് ആലപ്പുഴയെ ബേസ് ചെയ്തിട്ട് ഷൂട്ട് ചെയ്തിട്ടുള്ളൊരു മൂവിയായിരുന്നു. ആ ഷൂട്ടിംഗ് ലൊക്കേഷൻസൊക്കെ നമ്മളിനി വരുന്ന വീഡിയോസിലൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. ധ്രുവക്കുട്ടിനെ ഞങ്ങളങ്ങനെ കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ച് ഒന്ന് സുന്ദരനാക്കാൻ വേണ്ടി ട്രൈ ചെയ്തിട്ട് അവനത് എടുത്ത് കളയുന്നതല്ലാണ്ട് സഹകരിക്കുന്നുണ്ടായില്ല. അവരെന്തൊരു ഡിസ്കംഫോർട്ട് പോലെയാണ് എനിക്ക് തോന്നിയത് ആ കൂളിംഗ് ഗ്ലാസ് വെച്ചതിന് ശേഷം. പിന്നെ പൃഥ്വിരാജിൻ്റെ ചിത്രമായ രണം മൂവിയുടെ വിഷ്വൽസും കുറച്ച് ഇവിടെ വെച്ച് ഷൂട്ട് ചെയ്തിട്ടുണ്ട്.
ആ കാണുന്ന ആ ഒരു ബാരിക്കേഡ് പോലെ കെട്ടി വെച്ചിട്ടില്ലേ, ഒരു ചെറിയൊരു സ്റ്റേജ് പോലുള്ളൊരു സംഭവം, അത് ശരിക്കും ഇഷാ തൽവാറിന് നിൽക്കാൻ വേണ്ടിയിട്ട്, അങ്ങനെ നിൽക്കുന്നൊരു സീൻ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ തന്നെ കെട്ടിവെച്ചതാണ്. പക്ഷേ അത് പിന്നീട് റിമൂവ് ആക്കിയില്ല, അതിപ്പോഴും അവിടെ തന്നെയുണ്ട്. ഫോട്ടോസൊക്കെ എടുക്കാൻ ഒരുപാട് പേര് അവിടെ വരാറുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഷൂട്ടിംഗ് ലൊക്കേഷന് വേണ്ടിയിട്ട് ആൾക്കാർ സെലക്ട് ചെയ്യുന്നത് വെറുതെ അല്ല. അവിടെ അത്രയ്ക്കും നല്ല ഭംഗിയാണ് വൈകുന്നേരങ്ങളിലൊക്കെ വന്നിരിക്കാനായിട്ട്. ബീച്ചിലെ കാറ്റും കൊണ്ട് ആ പുൽമേട്ടിലൊക്കെ നമുക്ക് വന്നിരിക്കാം. ആ റിസോർട്ടിൻ്റെയാണ് ആ ഭാഗമെങ്കിലും നോർമലി വരുന്ന എല്ലാവർക്കും തന്നെ അവിടെ ഇരിക്കാനുള്ള ഫെസിലിറ്റീസൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഇരുന്ന് കുറച്ച് നേരം കാറ്റൊക്കെ കൊണ്ടുപോവാം. പിന്നെ എൻ്റെ ഫ്രണ്ടും ഫാമിലിയും വന്ന സമയത്ത് ഞങ്ങൾ ഒരുമിച്ചൊരു മിഡ് നൈറ്റിൽ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ചുമ്മാ കുറേ സമയം ഇങ്ങനെ ആകാശമൊക്കെ നോക്കി ചുമ്മാ പുൽത്തകിടിയിലങ്ങ് കിടന്നിട്ട് കുറേ കൂളായ ശേഷമാണ് വീട്ടിലേക്ക് പോയത്. അതൊരു പ്രത്യേക ഫീലായിരുന്നു. കാര്യം നമ്മൾ ഫ്രണ്ട്സായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മുടേതായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ സംസാരിക്കുക, ഭയങ്കര ഫ്രീ ആവുക ആ സമയത്ത്. അങ്ങനെ കുറേ ടൈം ഞങ്ങൾ അവിടെ ചുമ്മാ ഇങ്ങനെ ആകാശം നോക്കി സ്റ്റാർസൊക്കെ നോക്കിയിട്ട് കിടന്നു. അത് ഭയങ്കര ഒരു ഫീലാണ് കേട്ടോ. എപ്പോഴും ഇങ്ങനെ പുറത്തൊക്കെ പോകാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി എന്ന രീതിയിൽ ഇപ്പം എനിക്ക് ഏറ്റവും അടുത്തായിട്ട് വരാൻ പറ്റുന്നൊരു ഏരിയ ഇതാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ വിഷ്ണുവിൻ്റെ അടുത്ത് പറയുമായിട്ട് നമുക്കൊന്ന് ബീച്ചിൽ പോകാം, ഓമനപ്പുഴ ബീച്ചിൽ പോയാൽ മതി, കുറച്ച് ടൈം അവിടെ അങ്ങ് ഇരിക്കാം, എന്നിട്ടൊന്ന് ഫ്രീ ആയിട്ട് തിരിച്ചു വരാം എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോവാറുണ്ട്. ഒരു സന്ധ്യാസമയമൊക്കെ ആണെങ്കിൽ ആ ഗ്രീൻ ഏരിയയിൽ നിറച്ച് ലൈറ്റ്സൊക്കെ വന്നിട്ട് കാണാനൊക്കെ നല്ലൊരു വൈബായിരിക്കും. ഫോട്ടോഷൂട്ടിനുമൊക്കെ അത്യാവശ്യം അടിപൊളിയായിട്ടുള്ളൊരു സ്പോട്ടാണ്. ഇവിടെ ഒരാളുടെ 2-3 നല്ല പിക്സ് കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പഠിച്ച പണി പറഞ്ഞിട്ട് നോക്കുന്നുണ്ട് കേട്ടോ. ഞാനാണെങ്കിൽ ആ ഗ്ലാസ് കൊണ്ട് അവൻ്റെ ഫേസിൽ വെക്കും, അവനതെടുത്ത് എറിയും. ഇത് തന്നെയാണ് അവിടെ സ്ഥിരം നടന്നുകൊണ്ടിരുന്നത്. ഫോട്ടോഗ്രാഫർ ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതും കൂടെ ഒന്ന് വെച്ച് കഴിയുമ്പോൾ കുറച്ചും കൂടെ സ്റ്റൈൽ ലുക്കൊക്കെ കിട്ടും, അതൊന്ന് വയ്ക്കാൻ. പക്ഷെ വെച്ചിട്ട് ഒന്ന് ഓടിക്കളയുമ്പോഴത്തേക്ക് അവനത് റിമൂവ് ചെയ്യും. ഇതായിരുന്നു അവിടെ നടന്നുകൊണ്ടിരുന്നത്. രാവിലെ ആണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ലൈറ്റൊക്കെ കിട്ടുമെന്ന് പറയാം ഇത്ര ഡിലേ ആവുന്ന സമയത്ത്. പക്ഷേ ഈ വൈകുന്നേര സമയത്ത് ചെറുതായിട്ട് മഴയൊക്കെ ചാറി വരുന്നുണ്ടായിരുന്നു. ഈ ഒരു ടൈമിൽ ഈ ലൈറ്റിംഗ് ഒക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ നല്ല പിക്ചേഴ്സൊക്കെ കിട്ടാൻ ഭയങ്കര പാടായിരിക്കും. അതുകൊണ്ട് തന്നെ മാക്സിമം അവനെ നിർത്തി നല്ലപോലെ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ കാണിക്കാവോ അതൊക്കെ കാണിച്ചിട്ട് അവനെ ഒന്ന് അടിപൊളിയാക്കി നിർത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അവസാനം ഞാൻ മടുത്തു. കുഞ്ഞിൻ്റെ 2-3 നല്ല ഫോട്ടോസ് കിട്ടിയത് ചേട്ടൻ കാണിച്ചു തന്നപ്പോഴത്തേക്ക് തന്നെ നമ്മളുടെ മനസ്സ് നിറഞ്ഞു. കാരണം അവൻ നിൽക്കുന്ന നിപ്പിൽ ഇത്രയും നല്ല ഫോട്ടോസൊക്കെ കിട്ടുമെന്ന് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ആ ഫോട്ടോസ് കണ്ടപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി. എന്നാലും വീണ്ടും അടുത്ത ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ അവനെ പോസ് ചെയ്യിക്കാൻ വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷേ ആള് അവിടെ ഇരിക്കാൻ കൂട്ടാക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, ഞാൻ ഓമനപ്പുഴയിൽ വെച്ചിട്ടാണ് ഫോട്ടോഷൂട്ട് നടത്തിയതെന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ചാന്തുപൊട്ട് മൂവി ഇവിടെ വെച്ചിട്ടാണോ ഷൂട്ട് ചെയ്തതെന്ന്. കാരണം അതിൽ അങ്ങനെ ഒരു പാട്ടുണ്ടല്ലോ. ശരിക്കും അത് അത്തുങ്കൽ വെച്ചിട്ടാണ് ചാന്തുപൊട്ട് മൂവി ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ പേര് മാത്രം ഒന്ന് എടുത്തുന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ അവൻ്റെ സിംഗിൾ ഫോട്ടോസ് കിട്ടി അത്രയും മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ ഫാമിലിയുടെ ഒരു പിക്ക് എടുക്കാൻ വേണ്ടി പോവുകയാണ്. ധ്രുവിയുടെ ഹെയറൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഞാൻ. ചേക്കൻ അല്ലാത്ത സമയത്ത് ഭയങ്കര കളിയും ചിരിയൊക്കെ ആയിരിക്കും കേട്ടോ. പക്ഷെ ഇപ്പം നോക്കിക്കേ, ഗൗരവം മാത്രമല്ല, അവനൊന്ന് അങ്ങോട്ടേക്ക് ക്യാമറയിലേക്ക് നോക്കുന്ന കൂടിയില്ല. ഞങ്ങൾ കുറേ പാടുപെട്ടു കേട്ടോ, ഒന്ന് ചിരിപ്പിക്കാനും ആ ക്യാമറയിലേക്കൊന്ന് അവനെ കൊണ്ട് നോക്കിക്കാനും ഒക്കെ. ഫാമിലി ഫോട്ടോയും എടുക്കുന്നത് മിക്കവാറും കൊള്ളാവുമെന്ന് തന്നെയാണ് ഞങ്ങൾ വിചാരിച്ചിരുന്നത്. പക്ഷേ കിട്ടി. ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞങ്ങൾക്ക് കിട്ടിയ എല്ലാ ഫോട്ടോസും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്.
കണ്ടിട്ട് അഭിപ്രായം പറയാൻ വേണ്ടി മറക്കരുതാരും. ഞങ്ങൾ ഫാമിലി ഫോട്ടോഷൂട്ടിൻ്റെ അടുത്തൊരു പോസ് പിടിച്ചു കേട്ടോ. ധ്രുവിക്കുട്ടിനെ ചിരിപ്പിക്കാനായിട്ട് ഞാൻ ഇടയ്ക്ക് ഇക്ലി ഇടുന്നതൊക്കെ നിങ്ങൾക്കൊന്ന് ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും. പിന്നെ അവന് ആ ഒരു സമയമായപ്പോഴത്തേക്ക് കോൾഡും തുമ്മലും ഒക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അത് വേറൊന്നുമല്ല, രാവിലെ വീട്ടിൽ കുറച്ച് പൊടിയൊക്കെ എടുത്താണ് അവൻ കളിച്ചത്. വീട്ടിൽ നമ്മൾ പുട്ടൊക്കെ ഉണ്ടാക്കുന്ന പൊടിയില്ലേ, അതൊക്കെ എടുത്ത് കളിച്ച് നല്ലോണം ഡസ്റ്റൊക്കെ മൂക്കിൽ വലിച്ച് കയറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബർത്ത്ഡേ ഫംഗ്ഷൻ കുളമാകുമോ എന്നെനിക്കൊരു പേടി തോന്നിയിട്ടുണ്ടായിരുന്നു. കുഞ്ഞുങ്ങളൊക്കെ അല്ലെങ്കിൽ നമ്മുടെ ഫംഗ്ഷൻ എപ്പോഴും കുളമായി പോകുമല്ലോ. ഞങ്ങൾ ശ്രദ്ധിക്കാതിരുന്നിട്ടൊന്നുമല്ല, പക്ഷേ എന്നാലും നമ്മളുടെ കണ്ണൊന്ന് മാറുന്ന സമയത്താണല്ലോ അവർ ഇതുപോലുള്ള കുരുത്തക്കേടൊക്കെ ഒപ്പിക്കുന്നത്. അല്ലെങ്കിലും എല്ലാ ബർത്ത്ഡേയുടെ സമയത്തും ഇങ്ങനൊരു ചെറിയ കോൾഡും ഫീവറും ഒക്കെ പതിവാണ്. പിന്നെ വൈകുന്നേരത്ത് ഈ ഒരു കടൽക്കാറ്റും കൂടെ ആകുമ്പോൾ എങ്ങനെയാകും എന്താകും എന്നൊന്നും എനിക്കറിയില്ല. ഞാൻ അവന് കോസ്റ്റ്യൂമൊക്കെ എടുക്കാൻ വേണ്ടി പോയ സമയത്ത് ഇവിടെ അവൻ്റെ കുറച്ച് ക്ലിക്ക് ചെയ്ത പിക്സൊക്കെ കൊണ്ടുവന്ന് ചേട്ടൻ കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. കണ്ടോ, അത്യാവശ്യം നല്ല ഫോട്ടോസൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ധ്രുവിയുടെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. ടീഷർട്ട് മാത്രമേ മാറിയുള്ളൂ. ഇപ്പോൾ ബ്ലാക്ക് കളറിലൊരു തീമായിരുന്നല്ലോ ഞങ്ങളുടെ മനസ്സിൽ, അതുകൊണ്ട് ബ്ലാക്ക് കളറിലെ ടീഷർട്ടൊക്കെ ഇട്ട് കൊടുത്ത് ആളെ ഒന്നും കൂടെ റെഡിയാക്കി അവിടെ ഇരുത്തിയിട്ടുണ്ട്. പിന്നെ എൻ്റെ സിസ്റ്റർ നീതുവാണ് അവൻ്റെ കൂടെ ഫോട്ടോസ് എടുക്കാൻ വേണ്ടി നിന്നത്. കഴിഞ്ഞ വർഷം അവൾ ഇതേപോലെ ഒന്ന് ഒരുങ്ങി റെഡിയായിട്ടൊക്കെ ഇറങ്ങിയതാണ്. പക്ഷെ മഴ കാരണം ഞങ്ങൾക്കത് റീഷെഡ്യൂൾ ചെയ്യേണ്ടി വന്നു. അപ്പോഴേക്കും അവൾക്ക് ഹോസ്റ്റലിലേക്ക് തിരിച്ചു പോകേണ്ട ഡേറ്റ് ആയിരുന്നു. അതുകൊണ്ട് അപ്പോൾ ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റിയില്ല. ഇപ്പോഴും അവൻ അവളുടെ കൂടെ ഇരിക്കുന്നില്ല ഫോട്ടോസൊക്കെ നന്നായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അവൾക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇവൻ്റെ കൂടെ നല്ല പിക്സൊക്കെ എടുക്കണം എന്നുള്ളത്. പക്ഷെ ചെറുക്കൻ അവിടെ ഒന്നും ഇരിക്കുന്ന പോലും ഇല്ലായിരുന്നു. അവളായിരുന്നു കേട്ടോ ഇത്രയും നേരത്തെ നമ്മളുടെ വീഡിയോഗ്രാഫർ.
ചെറുക്കൻ അതൊക്കെ അവിടെ നിന്ന് ഇളക്കി എടുത്തുകൊണ്ട് പോകാനുള്ള തന്ത്രപ്പാടിലാണെന്ന് തോന്നുന്നു. പിന്നെ ബ്ലാക്ക് കളറിലെ ടീഷർട്ട് ഇട്ടപ്പോൾ ആള് സ്പെക്സൊക്കെ വെക്കാൻ വേണ്ടി സമ്മതിച്ചേട്ടോ. അങ്ങനെ അതിൻ്റെ 1-2 നല്ല പിക്ചേഴ്സൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ സ്റ്റൈൽ മനൻ അവൻ്റെതായിട്ടുള്ള കുറച്ച് പോസൊക്കെ ഇട്ട് കൈയും കാലും ഒക്കെ പൊക്കിയൊക്കെ വെച്ചിട്ട് ഷൂവിലൊക്കെ മൊത്തം മണ്ണൊക്കെ കയറ്റി അവൻ അലമ്പാക്കി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത്രയൊക്കെ ഒരുങ്ങി വന്നതല്ലേ എന്ന് വിചാരിച്ച് വീണ്ടും കുറച്ച് ഫോട്ടോസും കൂടെ, ഫാമിലി ഫോട്ടോസും കൂടെ എടുപ്പിച്ചു കേട്ടോ. അതിനുശേഷം ഞങ്ങളങ്ങ് നൈസായിട്ട് ഫോട്ടോഷൂട്ട് വൈൻഡപ്പ് ചെയ്തു. ധ്രുവി അന്നേരത്തേക്ക് ഭയങ്കര അലമ്പായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അടുത്ത ആൾക്കാർ ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നു. അവിടെ ആ കുഞ്ഞിൻ്റെയും സെക്കൻഡ് ബർത്ത്ഡേ ആയിരുന്നു. പക്ഷെ അവനെ കണ്ടോ, അവനെ ആ സീറ്റിൽ കൊണ്ട് ഇരുത്തിയ സമയത്ത് തന്നെ അവനവിടെ ഇരുന്നു സെറ്റായി, എല്ലാം ഓക്കെ ആയി, ചിരിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് ആള്. കുറച്ചു നേരം അങ്ങനെ ആ കുഞ്ഞിൻ്റെ ഈ ഫോട്ടോഷൂട്ടൊക്കെ ധ്രുവിയെ കാണിച്ചു കൊടുത്തു. ഞങ്ങളും ഒക്കെ കണ്ട് കുറച്ച് ടൈം അവിടെ സ്പെൻഡ് ചെയ്തു. അവരുടെ ഫോട്ടോഷൂട്ട് നടക്കുന്ന സമയത്ത് ഞങ്ങൾ നൈസായിട്ട് ബൈയൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി. ഇനിയിപ്പോൾ ഒന്നും കൂടെ ആ ഷൂട്ടിംഗ് ലൊക്കേഷൻ്റെ വിശേഷങ്ങൾ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. നേരത്തെ പറഞ്ഞില്ലേ ഇഷാ തൽവാർ വന്ന് നിന്നിട്ടുള്ള ആ ഒരു സീൻ ഷൂട്ട് ചെയ്തത് ഈ ഒരു സ്പോട്ടായിരുന്നു അത്. പിന്നെ ആലപ്പുഴ ജിംഖാനയിലെ നസ്രിൻ ഉൾപ്പെടെയുള്ള ഒട്ടുമിക്ക ക്രൂ മെമ്പേഴ്സും ഇവിടെ ഈ ഒരു റിസോർട്ടിലാണ് അന്ന് സ്റ്റേ ചെയ്തത്. കണ്ടോ, ബീച്ചിനോട് വളരെ അടുത്താണ് ഈ റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത്. എന്തായാലും ബീച്ച് വരെ ഒരുങ്ങി വന്നതല്ലേ എന്ന് കരുതി ഞങ്ങൾ പിന്നെ കുറേ സെൽഫിയൊക്കെ അവിടെ നിന്ന് എടുത്തു കേട്ടോ. അതിനുശേഷമാണ് വീട്ടിലേക്ക് പോകാൻ നിന്നത്. എന്നത്തെയും പോലെ തന്നെ ധ്രുവക്കുട്ടൻ വരുന്ന സമയത്ത് ഭയങ്കര ഹാപ്പി ആയിരുന്നെങ്കിൽ തിരിച്ചു പോകാൻ തരം ഭയങ്കര കരച്ചിലും ബഹളമൊക്കെ ആയിരുന്നു.
ഞാനെന്തായാലും ഞങ്ങൾക്ക് കിട്ടിയ ഫോട്ടോസ് എല്ലാം ഈ വീഡിയോയുടെ ലാസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കണ്ടിട്ട് എല്ലാവരും അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി ഫോട്ടോസ് കണ്ടോളൂ.